ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന കിയ സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള HTK ഓപ്ഷണൽ വേരിയന്റ് ആണിത്. ഇപ്പോൾ കിയ സോണറ്റിൽ വന്നിരിക്കുന്ന മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, അതും ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ HTK ഓപ്ഷണൽ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ കിയ സോണറ്റിലെ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. കിയ സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. 2026 വന്നപ്പോൾ സോണറ്റിൽ കുറച്ചധികം അപ്ഡേറ്റുകളാണ് കിയ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. സെക്കൻഡ് വേരിയന്റ് ആയ HTK ഓപ്ഷണൽ വേരിയന്റ് തൊട്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും, ഡീസൽ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത് എല്ലാ വേരിയന്റുകളിലും വരുന്ന നമ്മുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലുമാണ്. ഇപ്പോൾ സോണറ്റിന്റെ എല്ലാ വേരിയന്റുകളിലും നിങ്ങൾക്ക് ഡീസലിൽ ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ താഴെ എക്സ്ഷോറൂം പ്രൈസിൽ ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കും പെട്രോൾ ഓട്ടോമാറ്റിക്കും ലഭിക്കുന്നു എന്നുള്ളതും സോണറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഈ HTK ഓപ്ഷണൽ വേരിയന്റിൽ ഇപ്പോൾ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് പോകുന്നതോറും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റ് ഈ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റിലെ ഏറ്റവും അഗ്രസീവ് ലുക്കിംഗ് കാർ അല്ലെങ്കിൽ ഒരു സ്പോർട്ടി കാർ എന്ന് നമുക്ക് സോണറ്റിനെ വിളിക്കാം. സോണറ്റിന്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് അതിന് കാരണം. ഈ ഒരു കളറും അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ്. മാഗ്ന റെഡ് എന്നാണ് ഈ ഒരു കളറിനെ കിയ പറയുന്നത്. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സിഗ്നേച്ചർ ആയിട്ടുള്ള LED DRL ഈ വേരിയന്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സ്ലോട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നു, ഹൈ ബീം ലോ ബീം. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ് അതും ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഫോഗ് ലൈറ്റ് ഇല്ലെങ്കിലും അതൊരു ഡിസൈൻ എലമെന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. താഴെ നമുക്ക് ആ സിൽവർ ഫിനിഷ് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സെഗ്മെന്റിലെ ഒരു കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനവും നമ്മളുടെ കിയയുടെ സോണറ്റ് തന്നെയാണ്. ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് HTK ഓപ്ഷണൽ വേരിയന്റ് വരുന്നത്. താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം. ടോപ്പിലായിട്ട് കിയയുടെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ്സ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് അല്ലെങ്കിൽ വീൽ കവറുകളാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് തൊട്ട് അല്ല HTK ഓപ്ഷണൽ വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസുകളാണ് കൊടുത്തിരിക്കുന്നത്. 215 60R16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് വരുന്നത്. ഈ ഒരു ഡിസൈൻ പാറ്റേൺ എല്ലാം നമുക്കൊരു അലോയ്സ് പോലെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. വശങ്ങളിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് വാഹനത്തിന്റെ ബാക്ക് വശം വരെ പോകുന്നത് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മിറേഴ്സും ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് കാണാം, അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സൺ റൂഫ് നമുക്കിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. അതുകൊണ്ട് സെക്കൻഡ് വേരിയന്റിലും സിംഗിൾ റിൻ സൺ റൂഫ് വരുന്നുണ്ട്. ബാക്കിലേക്ക് ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആണെന്ന് ആരും പറയില്ല. ഒരു മിഡ് വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡിന് താഴെയുള്ള വേരിയന്റിന്റെ ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സോണറ്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ഈ കണക്റ്റഡ് ടൈലൈറ്റ് വരുന്നു എന്നുള്ളത്. മറ്റ് പല മാനുഫാക്ചേഴ്സും അവരുടെ ഒരു ടോപ്പ് എൻഡിലൊക്കെ കണക്റ്റഡ് ടൈലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ സോണറ്റിൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് കാണാനായിട്ട് പറ്റും. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യണം. സോണറ്റിനൊക്കെ സ്പോയിലർ വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കിംഗ് വാഹനമായിട്ട് മാറുക. ബാക്കിൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ്. അത് സെക്കൻഡ് വേരിയന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം വെന്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ വെന്യൂവിൻ്റെ ഒരു ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റിലാണ് അവർ ബാക്കിൽ വൈപ്പർ കൊടുത്തിരിക്കുന്നു. പക്ഷേ സോണറ്റിന് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ കാണാം. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ബാക്കിലേക്ക് നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്കൊരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലായിട്ട് റിഫ്ലക്ടേഴ്സും കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻട്രൽ മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 385 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. പാഴ്സൽ ട്രൈ ഈ വേരിയന്റിൽ വരുന്നില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റും ആണ് വരുന്നത്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ബേസ് വേരിയന്റിൽ വരുന്ന 195/65 R15 ആണ് സ്പെയർ വീലായിട്ട്
കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള പാഴ്സൽ ട്രേ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ വാഹനത്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാഴ്സൽ ട്രേയും ബാക്കിലെ ഈ ഒരു സ്പോയിലറുമാണ്. അതുകൂടി വരുമ്പോൾ ഒരു ടോപ്പ് എൻഡിൻ്റെ ലുക്കിലേക്ക് ഈ വാഹനം മാറ്റാനായിട്ട് പറ്റും. ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. 2500 mm ആണ് ഈ വാഹനത്തിന് വീൽ ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കസ്റ്റൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയർ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വേരിയന്റിന്റെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് HTK പ്ലസ് ഓപ്ഷണൽ വേരിയന്റ് തൊട്ടിട്ടാണ് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ അല്ലെങ്കിൽ പുഷ് ബട്ടൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സിൽവർ ഫിനിഷ് കാണാം. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾസ്, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഒരു സെമി ലെതർ സീറ്റ് എന്ന് പറയാം. വശങ്ങളിൽ ഒരു ലെതർ ഫിനിഷും സെന്റർ പോർഷൻസിലുള്ള ഒരു ബ്ലാക്ക് ഫിനിഷുമാണ്. അത് ഫാബ്രിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു വൈറ്റ് സ്ട്രിപ്സ് പോലെ തോന്നിക്കുന്ന ഒരു ഫിനിഷിംഗ് കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കാണാം. ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെന്റ്സ് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. HTK ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഇന്റീരിയർ എന്ന് പറയാം. അതിന് പ്രധാന ഒരു കാരണം ഈ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഫിനിഷാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഡാഷ്ബോർഡ് കാര്യങ്ങൾ വരുന്നത്. അതിനിടയ്ക്കുള്ള ഈ സിൽവർ ഫിനിഷ് AC വെന്റ്സിനും ഈ സെൻട്രൽ കൺസോളിലും മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനവും നമ്മളുടെ കിയയുടെ ഈ സോണറ്റ് തന്നെയാണ്. സോണറ്റിന്റെ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഇനി 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ലഭിക്കുന്ന കോമ്പാക്ട് SUV-കൾ നോക്കുകയാണെങ്കിലും അതിലും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനം നമ്മളുടെ സോണറ്റിന്റെ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. അപ്പോൾ നിങ്ങൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നുണ്ട്, ഫീച്ചേഴ്സാണ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫീച്ചർ ലോഡഡ് വാഹനമാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഈ സോണറ്റ് കൺസിഡർ ചെയ്യാം. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാ വേരിയൻറ്റിലും കാണുന്ന റൗണ്ടഡ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. താഴെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. മൾട്ടി ഫംഗ്ഷനിലാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തു, ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നു. ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചർ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ഒരു റെഡ് ബാക്ക് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് സ്പീഡോമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. RPM മീറ്ററും ഫ്യൂവൽ ഗേജും അനലോഗ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഇൻഫർമേഷൻസ് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ട് വരുന്ന ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ട്രിപ്പ് ബൈ ട്രിപ്പ് ബി പോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് വരുന്നതായിട്ട് കാണാം. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. ഇത് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ സ്റ്റിക്കറാണ്, ഇത് വൈറ്റ് ഫിനിഷാണ്. നിങ്ങൾക്ക് മാറ്റാം. ഇതിനകത്തൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് തരുന്ന ഒരു സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ വശത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും കാണാം. അത് കിയ വാഹനങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാമറ എപ്പോഴും നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ക്യാമറയായിരിക്കും കൊടുക്കുക. അത് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ബാക്കിൽ മാത്രമാണ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെന്റ്സിന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിൽവർ ഫിനിഷ് കൊടുത്തു. നടുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിന് ടോപ്പ് റൈറ്റ് ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ കാണാം. AC-യുടെ ഫിസിക്കൽ ബട്ടണുകൾ താഴെ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഒരു USB Type-C ചാർജിംഗ് പോർട്ട്, 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. നമ്മുടെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതിൻ്റെ ഒരു ഭംഗിയുള്ള ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ കൺസോളിലെല്ലാം നമ്മൾ പറഞ്ഞാണ് സിൽവർ ഫിനിഷാണ്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല സൈഡ് ബോസ്റ്റിങ്ങോടൊക്കെ കൂടിയ സീറ്റുകളാണ് വരുന്നത്. അത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് വരുന്നുണ്ട്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിംഗിൾ ഡിൻ സൺ റൂഫും കാണാനായിട്ട്
പറ്റും. അത്യാവശ്യം ഈ വാഹനത്തിൻ്റെ സൈസിന് വലിപ്പമുള്ളൊരു സൺറൂഫ് എന്ന് പറയാം. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഫീച്ചർ ലോഡറായിട്ടുള്ള വാഹനം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് കാറാണ് സോണറ്റിൻ്റെ HTK ഓപ്ഷണൽ വേരിയൻറ്റ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാനായി പറ്റും. നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഈ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ആ ഡോർ ഹാൻഡിലും ഈ ഒരു പോർഷൻ സിൽവർ ഫിനിഷ് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ കീഴിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്കും AC വെൻസ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിന് താഴെ 2 Type-C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഐസോഫിക് ചൈൽഡ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 9 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. ഇപ്പോൾ സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരുന്നുള്ളൂ. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് ഓക്കെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നമുക്ക് സെൻറ്ററിൽ ഇവിടെ റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. അത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. കിയ സോണറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പോ ഭാരത് എൻക്യാപ്പോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു 4 സ്റ്റാർ ഒക്കെ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ 2026 ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലാണ്. ഇപ്പോൾ സോണറ്റിൻ്റെ ബേസ് ഡീസൽ വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. സോണറ്റിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. നമ്മളുടെ സോണറ്റിന് ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന വേരിയൻറ്റിലും കൊടുത്തിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. അത് 82 HP പവറും 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി 17.9 പറയുന്നത്. ആവറേജ് നമുക്കൊരു 14-നും 15-നും ഇടയ്ക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. രണ്ടാമത്തെ എഞ്ചിൻ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 3 സിലിണ്ടർ ടർബോ പെട്രോളാണ്. 118 HP പവറും 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഓടിക്കാൻ നല്ല രസമുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. ആ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് ഇപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് സോണറ്റിൽ നമുക്ക് HTX എന്ന് പറഞ്ഞ ടോപ്പ് എഞ്ചിനൊരു താഴെ നിൽക്കുന്ന വേരിയൻറ്റിൽ മാത്രമായിരുന്നു ഓട്ടോമാറ്റിക് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കും ബേസ് വേരിയൻ്റ് ഡീസൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഇനി ടർബോ പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ എഞ്ചിൻ പെയർ ചെയ്തിരിക്കുന്നത് 6 സ്പീഡ് IMT ഗിയർ ബോക്സ് അല്ലെങ്കിൽ 7 സ്പീഡ് DCT ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. നോർമൽ മാനുവൽ ഓപ്ഷൻ നമ്മളുടെ ടർബോ പെട്രോളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് മൈലേജ് കമ്പനി 20.1 ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 15-നും 16-നും ഇടയ്ക്കൊക്കെ മൈലേജ് അതിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. നമ്മളുടെ സോണറ്റിലും ക്ലാവിസിലും സെൽട്ടോസിലൊക്കെ കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെ. അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഈ ഒരു ചെറിയ വാഹനത്തിലേക്ക് വരുമ്പോൾ ഓടിക്കാൻ നല്ല രസമാണ്. നമ്മൾ കാല് കൊടുക്കുന്നത് വെച്ചാൽ നല്ല പറന്നു കയറുന്ന ഒരു എഞ്ചിനാണ്. കാരണം 114 HP പവറും 250 Nm ടോർക്കുമാണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. മൈലേജാണ് ഹൈലൈറ്റ്. 24 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഒരു 18-നും 22-നും ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 19-20 ആവറേജ് മൈലേജ് തരുന്ന ഒരു ഡീസൽ എഞ്ചിനുമാണത്. സോണറ്റിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് HTE ഓപ്ഷണൽ വേരിയൻ്റാണ്. പെട്രോൾ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,13,000 രൂപയാണ് പെട്രോൾ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് 1.2 പെട്രോളാണ്. പെട്രോളിൽ നമുക്ക് ബേസ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ മാനുവലിന് 10,63,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് 11,55,000 രൂപയാണ്. അതായത് ബേസ് വേരിയൻറ്റ് HTE ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 11,55,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. എക്സ് ഷോറൂം പ്രൈസായിട്ട് കിയ ഹൈലൈറ്റ് ചെയ്യുന്നത് 9,79,000 രൂപ. അതൊരു സൂപ്പർ ഡീൽ എന്ന് പറയേണ്ടി വരും. അതായത് നമ്മളുടെ ക്രെറ്റയിലും സെൽട്ടോസിലൊക്കെ കൊടുത്തിരിക്കുന്ന സെയിം ഓട്ടോമാറ്റിക് ആൻഡ് ഡീസൽ എഞ്ചിൻ ടെക്നോളജിയാണ് ഈ ചെറിയ വാഹനത്തിൽ 11,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളൊരു അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഫീച്ചേഴ്സിൽ ഇത്തിരി കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് കാറാണ് സോണറ്റിൻ്റെ ഈ ബേസ് വേരിയൻറ്റ്. സെക്കൻഡ് വേരിയൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് HTK ഓപ്ഷണൽ വേരിയൻ്റാണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റ്. ഇത് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഈ വേരിയൻറ്റ് അവൈലബിൾ ആണ്. പെട്രോൾ മാനുവൽ ആണെങ്കിൽ 10,33,000 രൂപ. പെട്രോളിൽ നമുക്ക് 1 ലിറ്റർ ടർബോ DCT ആണ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ വാഹനത്തിന് 11,62,000 രൂപ. അതായത് സോണറ്റിൻ്റെ ഒരു
പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ് 11,62,000 രൂപ. അതിൻ്റെ ഷോറൂം പ്രൈസ് 9,89,000 രൂപയാണ്. ഈ വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഡീസൽ മാനുവൽ 11,74,000 രൂപ, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12,97,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ വാഹനം നിങ്ങൾക്ക് 12,97,000 രൂപ, അതായത് 13 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. തേർഡ് വേരിയൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് HTK പ്ലസ് വേരിയൻ്റാണ്. HTK പ്ലസ് വേരിയൻറ്റിന് പെട്രോൾ മാനുവലിന് 10,75,000 രൂപ, ഡീസൽ മാനുവലിന് 12,46,000 രൂപ, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,40,000 രൂപ. HTK ഓപ്ഷണൽ വേരിയൻ്റ് അല്ല എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട അടുത്ത വേരിയൻറ്റ് HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻ്റാണ്. അത് ഒരു ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീലും തരുന്ന ഒരു ബ്ലൂയിഷ് കളർ ഇൻറ്റീരിയറിലൊക്കെ വരുന്ന ഒരു വേരിയൻ്റാണത്. നല്ല രസമാണ്, ഫീച്ചർ ലോഡഡ് എന്ന് പറയാം HTK പ്ലസ് ഓപ്ഷണൽ. അതിൽ നമുക്ക് പെട്രോൾ മാനുവലിന് 11,32,000 രൂപ, 1.2 ആണ്. 7 സ്പീഡ് DCT വരുന്ന ഓട്ടോമാറ്റിക്കിന് 13,03,000 രൂപ, ഡീസൽ മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ 13,04,000 രൂപ, ഡീസൽ ഓട്ടോമാറ്റിക് 13,97,000 രൂപ. നിങ്ങൾ ഈ വേരിയൻ്റ് അല്ല ചൂസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഈ HTK ഓപ്ഷണൽ വേരിയൻ്റ് അല്ല ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നത് എങ്കിൽ, നിങ്ങൾ നെക്സ്റ്റ് ചൂസ് ചെയ്യേണ്ട വേരിയൻ്റ് HTK പ്ലസ് ഓപ്ഷണലാണ്. ഇതിനേക്കാളും കറക്റ്റ് 1,00,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും. പക്ക വർത്തായിട്ടുള്ളൊരു വാഹനമാണത്. ഇനി അടുത്തൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ HTX ആണ്. HTXൽ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,93,000, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14,52 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. HTXനേക്കാളും എനിക്ക് എന്തുകൊണ്ടും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വേരിയൻ്റ് HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻജിയോ ക്യൂരിയ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കിയുടെ സോണറ്റ് എന്നല്ല ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.